ഹലോ. ആ സാറേ, അതെന്താ ഇന്ന് കൗൺസിലിങ്ങിന് വരാന്? അത് അയാളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ടാ. പക്ഷെ അവനങ്ങനെയല്ലല്ലോ. പറഞ്ഞ സമയത്ത് രാവിലെ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളെ കാണാതുണ്ടായാ നിങ്ങൾ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാ ഞാൻ വരാഞ്ഞത്. അത് പിന്നെ അങ്ങനെയല്ല. ഒന്നും നിങ്ങളൊന്നും വെച്ചാല് തീർന്ന പ്രശ്നമാക്കി പിന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ച് പോയിക്കൂടെ? ഇത് തീരുവൊന്നുമില്ല സാറേ. അവൻ അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവനെ കാണാനും നല്ലതുണ്ട്. പിന്നെ നിങ്ങള് വേറെ മോശമൊന്നും അവനെ പറ്റിയിട്ടൊന്നും കാണുന്നില്ല. കാരണം അവനെ കഴിക്കുകയും പ്രശ്നമാക്കുകയൊക്കെ ചെയ്യോ? അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷെ എങ്കില് കാണാൻ സിമ്പിളാന്ന് ഒറ്റ കാര്യമൊന്നുമില്ലല്ലോ സാറേ. അയാൾക്ക് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ പിരിയാനായിട്ട് ഒറ്റയടിക്ക് നിന്ന് കഴിഞ്ഞാല് ഒരു കുട്ടിയൊക്കെ ഇല്ലേ? അതിന്റെ ഭാവിയിൽ നോക്കണ്ടേ? കുട്ടീന്റെ ഭാവി എന്ന് പറഞ്ഞാല്, അല്ല, കുട്ടീനെ അയാള് വേണ്ടി കൊടുത്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ നോക്കാം. കുട്ടിക്ക് രണ്ടാളും വേണ്ടേ? അല്ല, രണ്ടാളും വേണമെന്ന് പറഞ്ഞാല് എന്താ യഥാർത്ഥം അത് പറ. പ്രശ്നമൊന്നുമില്ല സാറേ. പിന്നെ അയാൾക്ക് ഒന്നിനും താല്പര്യമില്ല എന്നോട്. താല്പര്യമില്ല പറഞ്ഞാല്? താല്പര്യമില്ല എന്ന് പറഞ്ഞാല് ഇതന്നെ, നമ്മള് കല്യാണം കഴിഞ്ഞാണല്ലോ ഒരു കുട്ടിയായി എനക്ക്. അപ്പൊ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്, 10 വയസ്സ്. അതിനുശേഷം നമ്മളുമായിട്ട് ഒരു ഇതുമില്ല, ബന്ധവുമില്ല. ആ കുട്ടി അതിനുശേഷം പിന്നെ അതിനുശേഷം നിങ്ങളായിട്ട് വേറെ ഒരു ഇതുമില്ലേ? ഇല്ല. അപ്പൊ വർഷം കഴിഞ്ഞാൽ ആ കുട്ടി ഉണ്ടായത്? കുട്ടി ഉണ്ടായത് ആദ്യം അങ്ങനെ തന്നെ, സാധാരണ നമുക്ക് വേഗം തന്നെയാണ്. അപ്പൊ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പറയുമ്പോ നിങ്ങളായിട്ട് പിന്നെ ഒരു ഇത് നടന്നിട്ടില്ലെന്ന് പറയുന്നത്? അതിനുശേഷം ഇല്ല. ഞാൻ അങ്ങോട്ട് ശ്രമിച്ചാല് അയാൾക്ക് താല്പര്യമില്ല. അതാണോ നിങ്ങളെ മെയിൻ പ്രശ്നം? അതെ. അത് ബുദ്ധിമുട്ടൊന്നുമുണ്ടോ? അത് അല്ലെങ്കിൽ എന്തെങ്കിലും ശേഷിക്കുറവ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, അയാൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അങ്ങനത്തെ ഒന്നും ഒരു ഇതുമില്ല, പ്രശ്നമില്ല. പിന്നെന്താ നിങ്ങളോട് ചോദിച്ചാണോ കടത്തോർക്കൊക്കെ? അതെ. പക്ഷെ ഞാൻ എന്ത് ശ്രമിച്ചാലും അയാൾക്ക് ഇങ്ങോട്ട് ഒരു ഇത് തോന്നണ്ടേ? അന്നേരം എന്താ അയാളെ പ്രതികരണം നിങ്ങളങ്ങോട്ട് ശ്രമിക്കുമ്പോ? ആള് ഇങ്ങനെ കിടന്നിരുന്നേ ഉണ്ടാവും. അപ്പൊ ഒരു അറ്റത്ത് അയാളും കിടക്കും, ഇപ്പുറത്തെ അറ്റത്ത് ഞാനും കിടക്കും. ആദ്യം ഞാനിങ്ങനെ കുറെ ശ്രമിച്ചതാ. പിന്നെ അയാൾക്ക് തീരെ താല്പര്യമില്ല. അതെന്താ നിങ്ങൾ രണ്ടാളും കാണാനൊന്നും മോശമില്ല, നിങ്ങളൊട്ടും മോശം ഉള്ള ആളൊന്നുമല്ലല്ലോ. കാണാനൊക്കെ നല്ല ഗ്ലാമറല്ലേ, പിന്നെ അയാൾക്കെന്താ പ്രശ്നം? കാണാൻ ഗ്ലാമർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്തെങ്കിലും ഉണ്ടാവും എനിക്ക്. അതാണ് എനിക്ക് മനസ്സിലാവാത്. നിങ്ങൾ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റാതെ? അത് അയാള് പറയണ്ടേ? ഇത്രയും വർഷമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതെന്തുകൊണ്ടാ ഇങ്ങനെ അകന്നു നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. അയാളെപ്പോഴെങ്കിലും ഒക്കെ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് വീട്ടിൽ വരാണ്ട് നിൽക്കുന്ന, അങ്ങനെ ദൂരെ എവിടെയെങ്കിലും പോകുന്നയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ദൂരൊക്കെ ജോലി ആയാലും അങ്ങനെ പോകും. പിന്നെ അപ്പോഴും വന്നാൽ അങ്ങനെ ഒരു വലിയ ഇതൊന്നും ഉണ്ടാവില്ല എന്നോട്. അല്ല, ഞാൻ ചോദിച്ച പുള്ളിക്ക് വേറെ പുറത്ത് അങ്ങനത്തെ മോശം പരിപാടിയൊന്നും ഇല്ലല്ലോ? അതൊക്കെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. വേറെ സ്ത്രീകളായിട്ടുള്ള ചങ്ങാത്തവും ഇതൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. എന്തോന്നും എനക്കറിയില്ല. അപ്പൊ സത്യം പറഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളെ അയാളുള്ള കളികള് നടക്കുന്നില്ല. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അതാണ് പ്രശ്നം, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല. എന്നാ പിന്നെ നിങ്ങളെ അതങ്ങ് സംസാരിച്ചാൽ അങ്ങ് തീരൂലേ? അത് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമാണെന്ന് എനിക്കറിയ തോന്നുന്നില്ല. അതിന് ഈ ഒരു നിങ്ങളെ കുടുംബം ഇങ്ങനെ കളയണ്ടാവില്ല. ഈ നിങ്ങളിപ്പോ പറഞ്ഞ ആവശ്യമാണെങ്കിൽ കുറച്ച് വെച്ചാല് നിങ്ങളെ ഒരു ഫിസിക്കലിയൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല ഗ്ലാമറുണ്ട്. ഇപ്പോ മറ്റുള്ള വഴിക്കും നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നടത്തിക്കൂടെ? ഇതിപ്പോ പിന്നെ ഇതിപ്പോ നിങ്ങൾ ഇയാൾക്ക് ഒഴിവായി പോയിട്ട് നിങ്ങളെ എന്താ പിന്നെ പ്രതീക്ഷിക്കുന്നു?
വേറെ കല്യാണം കഴിക്കാനാണോ? ആ എനിക്ക് വേണ്ടിക്ക് എന്റെ വഴി നോക്കാലോ. അത് കിട്ടുന്നവനും ഇതുപോലെ ഒന്നിനും കൊള്ളാതെ മോണങ്ങനെ പോലത്തെ അങ്ങനെ ചെയ്യാ. എല്ലാരും അങ്ങനെ ആവുമോ സാറ്? അത് പറയാൻ പറ്റൂല. അപ്പൊ നമുക്കറിയില്ലല്ലോ ആൾക്കാർ എങ്ങനെയാണ്. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കില് ഒന്നുമില്ല, നിങ്ങളെ പോലത്തെ ഒരാളൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, നമ്മളൊക്കെ ദിവസം ഇതിനകത്ത് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ബാക്കി അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, മനുഷ്യന്മാരല്ലേ. ആ അപ്പൊ സാറ് നമുക്ക് അതൊന്നും ആവശ്യമില്ല. അപ്പൊ പിന്നെ ഇല്ലാന്ന് പറഞ്ഞാല് അതെന്തുകൊണ്ടാണ് നോക്കുമല്ലേ. എങ്കിൽ പിന്നെ വെറുതെ ആ കൊച്ചിന്റെ ഭാവിയൊക്കെ കളയണം. നമുക്ക് ഒരു അഡ്ജസ്റ്റിൽ അങ്ങ് പോവുകയാണെങ്കിൽ നല്ല ബുദ്ധിയുള്ള സ്ത്രീകളൊക്കെ അങ്ങനെ ചെയ്യാം. എങ്ങനെ കടന്നോട്ട് നോക്കണം. നിങ്ങള് പുറത്ത് ജോലിക്കെല്ലാം പോയില്ലേ, നിങ്ങൾക്ക് പുറത്തുനിന്ന് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടൂല. നല്ല നിങ്ങൾക്ക് പറ്റിയ നല്ല ഉഷാറുള്ള ആൾക്കാരായിട്ട് കളി പ്ലാൻ ചെയ്യണം. പിന്നെ മനുഷ്യൻ അതെല്ലാം ഉണ്ട്. പക്ഷേങ്കില് ഞാന് അല്ല ഇയാളെ ഇങ്ങനെ നിർത്തിക്കൊണ്ടെങ്ങനെ ശരിയാവും? അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇയാളെ ഒഴിവാക്കാൻ വേണ്ടിയാണോ? അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെയൊക്കെ വരും. അതാണ് നിങ്ങളോട് നേരിട്ട് ഇരുന്ന് മുഖാമുഖം സംസാരിക്കുമ്പോഴേ ഇതൊക്കെ അറിയുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. അല്ല അയാള് പിന്നെ ഒന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ തമ്മിൽ പിന്നെന്താ? അതെ, അതാ പറഞ്ഞ. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കൊള്ളാവുന്ന ആൾക്കാർ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലങ്ങനെ പലതും നടക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയിക്കൂടെ? പിന്നെന്താ ഇത്? അയാളങ്ങനെ അവിടെ നിന്നോട്ട്, കൊച്ചിന്റെ അച്ഛനായിട്ടൊക്കെ അവിടെ നിന്നോട്ടല്ലേ. നിങ്ങളെ കാര്യം നടക്കുന്നത് കുറെ കഴിയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് തോന്നും എന്നും വേണ്ടേ തോന്നും. ഇതെല്ലാം നമുക്ക് ആ ഒരു സമയത്തേക്കുള്ളൊരു സംഭവങ്ങളല്ലേ, കളിയും ചെയ്യലല്ല. അത് വഴിക്ക് വേറെ വഴിക്ക് അങ്ങനെ നടത്തുക പറയുന്നത്. ഇതൊന്നും ആരും അറിയാനൊന്നും പോവുകയല്ലേ. സാറ് പറയുന്നത് കേൾക്കുമ്പോ വിചാരിക്കുന്ന അതാ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങള് അങ്ങനെ ഇപ്പൊ സഹായിക്കാന്ന് വെച്ചാൽ ഞാനൊക്കെ വിചാരിച്ച നിങ്ങളെ സഹായിക്കാനൊക്കെ പറ്റും. അല്ല അയാള് സമ്മതിക്കുവേനി? അയാളെന്താ പറഞ്ഞേ? അയാളോട് നിങ്ങൾ വരാണ്ട് എനിക്ക് അയാൾക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഇത് പുറത്തുണ്ട്, ഓഫീസിന് പുറത്തവിടെ ഇരിക്കുകയാണ്. വന്നിട്ടില്ല പറഞ്ഞപ്പോ ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ വെച്ച് നിങ്ങള് ഡേറ്റ് മറന്നുപോയതാണോ എന്നൊക്കെ വിചാരിച്ചാ വിളിച്ചേ. ഡേറ്റ് മറന്നതൊന്നുമല്ല. ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചത് അയാളെ ഇനി ഒഴിവാക്കിയിട്ട് ഡിവോഴ്സ് ചെയ്താലോ എന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനത്തെ പണിക്കാണ് ഈ നല്ലത്. ഇതെല്ലാം സിമ്പിൾ കേസല്ലേ. അതിന് നല്ല ചോരയും നീരുള്ള ആണുങ്ങളൊക്കെ കളിക്കണം. നിങ്ങൾ ആഗ്രഹവും നടക്കും. ഇതുപോലുള്ള മുണങ്ങന്മാരായ ഭർത്താക്കന്മാരുടെ ഒരുപാടുണ്ട് നാട്ടില്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ചെറുപ്പക്കാർക്ക് നല്ല അവസരം കിട്ടും. അങ്ങനെയൊക്കെ അല്ലേ ആൾക്കാർ ജീവിച്ചു. ഇപ്പൊ എല്ലാം സക്സസ് ആയിട്ട് ഇപ്പൊ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുക. ഇത് കളിയിൽ നിന്ന് പറയുന്ന ലൈഫിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷെ അത് കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നിടത്ത് പോവുക. അതിനുവേണ്ടി നമ്മൾ മൊത്തം ഇല്ലാണ്ടാകേണ്ട കരുതുണ്ടാവും. കളി എന്ന് വെച്ചാൽ പുറത്ത് ഏതെല്ലാം വെറൈറ്റി കളികൾ കിട്ടും. ഇതൊന്നും അറിയില്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, അയാളോട് പിന്നെ ഇന്ന് ഞാൻ വരാനത് വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞോളാം. അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. പക്ഷെ ഈ അതിനുശേഷം നിങ്ങൾ തമ്മിൽ വിളിക്കലൊന്നുമില്ലേ? തമ്മില് അങ്ങനെ ഇതൊന്നുമില്ല. ഈ കേസ് വന്നതിന് ശേഷം പിന്നെ വിളിച്ചിട്ടേ ഇല്ല? ഇല്ല. അപ്പോ അല്ല, അത് ഞാൻ പറയാം. നിങ്ങളിപ്പം പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ ഞാനൊക്കെ എന്റെ വൈഫിനൊക്കെ എത്ര തവണ ഒഴിവാക്കണം. ഞാനിപ്പോ ഈ നിങ്ങൾ പറഞ്ഞതിന്റെ അതേ ഇതാന്ന് അവിടെയോ വലിയ താല്പര്യമൊന്നുമില്ല. നമ്മൾ പിന്നെ നമ്മളെ പാട് നോക്കും. ഇതെല്ലാം കിട്ടാൻ വലിയ പണിയാ. ആയിരിക്കും വേണമെന്ന് വെച്ചാ ചക്ക വീട്ടുമ്പോഴും കഴിക്കുന്നതും പറഞ്ഞില്ല. അതുപോലെ ചക്ക കായ്ക്കും. നിങ്ങളൊന്നും മനസ്സിൽ വെച്ചാല് ഏടിയെല്ലാം പോണം ചക്ക കഴിക്കുക. അതെല്ലാം ചക്ക വരും കേട്ടോ. അതിനു വേണ്ടി അല്ല എന്നാ സാറ് പറഞ്ഞ വഴി തന്നെ നോക്കാം അല്ലേ? ഏതാ സാറ് പറഞ്ഞ വഴി തന്നെ നോക്കാം. അതിന് പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് പിന്നെ വഴി നോക്കി പുറത്തൊന്നും പോകണ്ട. നമ്മളെ പേടിയില്ല. നമുക്ക് ഈ കേസ് പെട്ടെന്നൊന്നും തീർക്കുന്നില്ല. ഞാനത് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റിയ കേസൊന്നുമില്ലേ. 1-2 കൗൺസിലിംഗ് എല്ലാം കഴിയുമ്പോഴേക്ക് നമുക്കൊന്ന് അടുക്കുക. കൗൺസിലിംഗ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാ.
എന്നിട്ട് തൽക്കാലം ഡൈവേഴ്സ് ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവാം. അതിനുശേഷം ഇടക്കിടക്ക് എന്റെ ഓഫീസിൽ വന്നാലും മതി, നമുക്ക് ഇടക്കിടക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാലോ. എന്താ ആ അതിന് താല്പര്യമുണ്ടോ? ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് നോക്കാം. നോക്കാന്നല്ല, ഉം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ട് പറഞ്ഞു, ഇപ്പൊ ഞാനും നിങ്ങളെ അതേ അവസ്ഥയിലാണ് ഞാനും നിൽക്കുന്നത്. ഇത് നമ്മള് എല്ലപ്പോഴും അങ്ങ് ഒഴിവാക്കി കളയുന്നു. ഇത് അങ്ങനെ അപ്പൊ നമ്മള് രണ്ടാളും ഒരേ ലെവലിലുള്ള ആൾക്കാർ. അപ്പൊ നമുക്ക് ഒരുമിക്കാൻ പറ്റിയാല് നന്നായി. നമ്മളെ കാര്യങ്ങൾ നടക്കും. അപ്പുറം ഇപ്പുറം വേറെ ബാധ്യതയൊന്നുമില്ല. അത് രണ്ടും വയ്ക്കുന്നേ പോയിക്കോട്ടെ. ഇപ്പൊ ഞാൻ എന്റെ പോലെ ഇന്റർവ്യൂ ഒക്കെ നിൽക്കുന്നു, കളിക്കുന്നു, കിട്ടുന്നില്ല വെച്ചിട്ട് ഓപ്പ് ഇതുപോലെ താല്പര്യമൊന്നും ഉണ്ടാവില്ല. നമ്മള് ഏതെങ്കിലും സമയത്ത് പോയിട്ടാകുമ്പോ എവിടെയെങ്കിലും എടുത്ത് വെച്ച് കുത്തി കളിച്ചിട്ട് അങ്ങ് കളയും. അത്രയാണ്. അതൊരു കളി തന്നെ. നിങ്ങളാകുമ്പോ നമുക്ക് മനസ്സറിഞ്ഞ് ഇരുന്ന് കളിക്കാം. എന്താ സാറ് പറയുന്ന പോലെ തന്നെ അയാളുമായിട്ട്. എന്നാ പിന്നെ ഞാൻ വേറെ ദിവസത്തേക്ക് വെച്ചിട്ട് ഡേറ്റ് അറിയിക്കാം.